നമസ്കാരം. തെരുവുകളിൽ ഒരു പതിറ്റാണ്ടിലേറെയായി യാചിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയുടെ അടുത്തു നിന്നും കണ്ടെത്തിയത് നാണയങ്ങളും നോട്ടുകളും അടക്കം 1,00,000-ലധികം രൂപ. 12 വർഷമായി ശേഖരിച്ച നാണയങ്ങളും നോട്ടുകളും നിറച്ച 2 വലിയ ബാഗുകളാണ് കണ്ടെത്തിയത്. അതിരാവിലെ തുടങ്ങിയ എണ്ണൽ രാത്രി വരെ നീണ്ടുനിന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. 1,00,000-ലധികം രൂപ 2 ചാക്കുകളിലായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നുമില്ലാത്ത ഒരു യാചകയായിട്ടാണ് ഇവരെ എല്ലാവരും കണ്ടത്. അതിനാൽ തന്നെ അവരുടെ പക്കൽ നിന്നും 1,00,000-ലധികം രൂപ കണ്ടെത്തിയത് നാട്ടുകാരെ ആകെ അമ്പരപ്പിച്ചു. ഉത്തരാഖണ്ഡിലെ റൂർക്കിയിലാണ് ഈ സംഭവം. അതേസമയം സ്ത്രീക്ക് മാനസികാരോഗ്യം കുറവുള്ളതായി സംശയിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ തന്നെ പണം സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയ ശേഷം സ്ത്രീക്ക് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഏർപ്പാടുകളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ഇവരെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏറെക്കാലമായി തനിയെ ജീവിക്കുന്നതിനാൽ തന്നെ അതിന്റേതായ ആരോഗ്യ പ്രശ്നങ്ങളും ഇവർക്കുണ്ട്. മംഗളൂർ പോലീസ് സ്റ്റേഷനിലെ പത്തൻപുര പ്രദേശത്ത് നിന്നും നാട്ടുകാർ സ്ത്രീയെ മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് പണം കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഒരു വീടിന്റെ മുന്നിലാണ് കഴിഞ്ഞ 12 വർഷത്തിലധികമായി ഇവർ യാചിക്കുന്നത്. ഇവിടെ നിന്നും പ്രചരിക്കുന്ന വീഡിയോയിൽ വീട്ടിൽ ചാക്കുകളും പോലീസ് അടുക്കി വെച്ചിരിക്കുന്നതുമായിട്ടുള്ള പണം കാണാം. നാണയങ്ങളും 10 രൂപ നോട്ടുകളും മുതൽ 500 നോട്ടുകൾ വരെ ഇക്കൂട്ടത്തിൽ കാണാം. വളരെ പെട്ടെന്നാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. നേരത്തെയും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഒക്ടോബർ 4 രാത്രി റെയിൽവേ ട്രാക്ക് മറികടക്കുന്നതിനിടെ പാഞ്ഞു വന്ന ട്രെയിൻ ഇടിച്ച് ഒരു യാചകൻ മരിച്ചിരുന്നു. വർഷങ്ങളായി തെക്കുകിഴക്കൻ മുംബൈയിലെ ഗോവണ്ടിയിലെ ചേരിയിലായിരുന്നു ബിറാഡി ചന്ദ് എന്ന 62-കാരൻ ആസാദ് എന്ന യാചകൻ താമസിച്ചിരുന്നത്. ജീർണിച്ച് തകരാറായ ഒരു ഒറ്റമുറിയിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. തകര കൊണ്ട് മേഞ്ഞ അതിനെ മുറിയൊന്നു പോലും വിളിക്കാനാകില്ല. മരണശേഷം ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ തേടി ഇവിടെ എത്തിയ റെയിൽവേ പോലീസ് വീട്ടിനകത്തും പരിശോധന നടത്തി. മുറി നിറയെ പഴയ പത്രക്കടലാസുകളും പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും നിറഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ടാർപോളിൻ കൊണ്ട് പലതും മൂടിയിട്ടിരുന്നു. ഇത് മാറ്റി പരിശോധിച്ചപ്പോഴാണ് പോലീസിനെ അമ്പരപ്പിച്ച കാഴ്ച. ബക്കറ്റിലും ചാക്കുകളിലുമെല്ലാമായി നിറച്ചിട്ട നാണയങ്ങളായിരുന്നു അത്. കൂടാതെ ചില ബാങ്കുകളിൽ നിന്നുള്ള രസീതുകളും പാസ്ബുക്കുകളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. സ്ഥിര നിക്ഷേപമായി 8,00,000-ലധികം രൂപ പല ബാങ്കുകളിൽ ഇട്ടതിന്റെ രേഖകളായിരുന്നു ആ രസീതുകൾ. പാസ്ബുക്കിലാകട്ടെ ഏകദേശം 1,00,000 രൂപയ്ക്കടുത്ത് ബാലൻസും ഉണ്ടായിരുന്നു. എങ്കിൽ പിന്നെ അവിടെ സൂക്ഷിച്ച നാണയങ്ങളെല്ലാം എണ്ണി നോക്കുവാനും പോലീസ് തീരുമാനിച്ചു. 1 ഡസനോളം പോലീസുകാർ 8 മണിക്കൂറോളം എണ്ണി തീർത്തപ്പോൾ എല്ലാം കൂടി 1,00,000-ന് മുകളിൽ നാണയമുണ്ടായിരുന്നു. ആസാദിന്റെ ആകെ സമ്പാദ്യം എന്ന് പറയുന്നത് 11 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. തുടർന്ന് ആസാദിന് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്ന എല്ലാ ബാങ്കുകളിലും വിളിച്ച് നിക്ഷേപം സുരക്ഷിതമാക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. പിന്നീട് ആസാദിന്റെ വിലാസത്തിന് വേണ്ടി തിരച്ചിലായി. അങ്ങനെയാണ് തിരിച്ചറിയൽ കാർഡും പാൻ കാർഡും ആധാർ കാർഡും ഒക്കെ കണ്ടെത്തിയത്. രാജസ്ഥാൻ സ്വദേശിയായിരുന്നു. 2 മക്കളും ഉണ്ടായിരുന്നു. ഒരാൾ രാജസ്ഥാനിലും രണ്ടാമൻ മുംബൈയിലുമാണ്. മുംബൈയിലുണ്ടായിരുന്ന മകൻ ജോലി ആവശ്യത്തിനായി ഗോവയിലായിരുന്നു. മക്കൾ ആദ്യം അച്ഛനൊപ്പമായിരുന്നു ജീവിച്ചിരുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പിന്നീട് ഇരുവരും ജോലി ലഭിച്ച് സ്ഥലം വിട്ടു. അപ്പോഴും പഴയ വീട്ടിൽ തന്നെ ആസാദ് തുടരുകയായിരുന്നു. വർഷങ്ങളായി ഭിക്ഷ എടുത്ത് ലഭിച്ച തുകയാണിതെന്നാണ് ചേരിയിലുള്ള ഇദ്ദേഹത്തിന്റെ പരിചയക്കാർ പറയുന്നത്. ഭക്ഷണം കഴിക്കാനുള്ള പണം പോലും മറ്റുള്ളവരോട് യാചിച്ചായിരുന്നു കണ്ടെത്തിയിരുന്നതെന്നും അവർ പറയുന്നുണ്ട്. ഗോവണ്ടി റെയിൽവേ സ്റ്റേഷനിലായിരുന്നു പതിവായുള്ള ഭിക്ഷാടനം. 1,00,000-ലധികം രൂപ വരുന്ന നാണയങ്ങൾ ഗോവണ്ടി റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്നു. പിന്നീട് സ്ഥിര നിക്ഷേപത്തിന്റെ രേഖകളും 1,50,000 രൂപയും ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു.